ഓസ്ട്രേലിയയിലെ സിഡ്നി ബോണ്ടി ബീച്ചിൽ ജൂതരെ ഒരു ഇന്ത്യക്കാരനും മകനും വെടിവെച്ചു കൊന്നു. 16 പേർ ആ ബീച്ചിൽ കൊല്ലപ്പെട്ടു. വളരെയധികം ജൂതന്മാർക്ക് പരിക്കേറ്റു. ഗുരുതര പരിക്കാണ് അവർക്ക് ഏറ്റിന്. ആ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു 2 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് 2 പേർ അത് ജൂതന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ബീച്ചിൽ അവരുടെ വിശേഷ ദിവസമായ ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അവർക്ക് ഹനുക്കാഹ് എന്ന ഒരു വിശേഷ ദിവസമുണ്ട് ജൂതന്മാർക്ക്. അത് ആഘോഷിക്കുകയായിരുന്നു കുടുംബം. പല കുടുംബക്കാരും ജൂതന്മാരുടെ കൂടെ ആ ബീച്ചിൽ. ആ സന്ദർഭത്തിലാണ് അതിൻ്റെ പിന്നിലുള്ള 2 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് 2 പേര് അവരെ വെടിയുതിർക്കുന്നത്. ഇത് കണ്ടു നിന്ന ഒരാൾ ഹഹമ്മദ് അൽ ഹഹമ്മദ് എന്നൊരു ഓസ്ട്രേലിയയിൽ അവിടത്തെക്കാരനാണ്, മുസ്ലിമാണ്. അയാൾ തന്ത്രപൂർവ്വം അതിൽ ഒരാളെ തോക്ക് പിടിച്ചു പറിച്ചു. അയാളെ വെടിവെച്ചു. ആ ആൾ കൊല്ലപ്പെട്ടു. മറ്റൊരാൾക്ക് പരിക്കേറ്റു. ഗുരുതര പരിക്കേറ്റ അയാളെ ആശുപത്രി ചികിത്സയാണ്. ഇതിനെ സംബന്ധിക്കുന്ന ഒരു വാർത്ത അവിടുത്തെ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞെങ്കിലും അക്രമികൾ ഏത് രാജ്യക്കാരനാണ്, ഓസ്ട്രേലിയക്കാരനാണോ എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞില്ല. അത് അന്വേഷണം നടക്കുന്നതുകൊണ്ട് അത് പ്രൈം മിനിസ്റ്റർ പറഞ്ഞില്ല. ആൻ്റണി ആൽബനീസ് എന്ന പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഇതൊരു റാഡിക്കൽ പെർവേർഷനായിട്ടുള്ള 2 പേരാണ് ഇത് ചെയ്തത്. കാരണം ജൂതന്മാരെ മാത്രം നോക്കിയാണ് വെടിവെച്ച് കൊന്നത് അവരെ. ഏതായാലും അതിൽ ഒരാൾക്ക് 51 വയസ്സുണ്ട്. അത് പിതാവായ ഒരാളാണ്. അയാളുടെ മകനാണ് 24 വയസ്സുകാരൻ. പിതാവ് കൊല്ലപ്പെട്ടു. സാജിദ് അക്രം എന്നയാളാണ്. അയാൾ ഒറിജിനൽ ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നുണ്ട്. പാകിസ്ഥാനിയാണോ എന്ന് സംശയം കൂടെ ഉണ്ട്. എങ്കിലും ഇയാൾ ഹൈദരാബാദുകാരനാണ്. ഇന്ത്യയിൽ നിന്നാണ് അയാൾ ഓസ്ട്രേലിയയിലേക്ക് പോയത്. അയാൾ ഇപ്പോഴും ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓസ്ട്രേലിയ 2001 ജനിച്ചതാണ് അയാളുടെ മകൻ നവീദ് അക്രം. അയാൾ ഓസ്ട്രേലിയയിൽ തന്നെ ജനിച്ച് അവിടെ തന്നെ പഠിച്ച് 24 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. പിതാവിന് 51 വയസ്സുണ്ട് സജിദ് അക്രമിന്. അയാളൊരു കോമേഴ്സിൽ ഒരു ബിരുദം എടുത്ത ശേഷം, ഹൈദരാബാദിൽ നിന്ന് എടുത്ത ശേഷം ഓസ്ട്രേലിയക്ക് പോയി അവിടെ സെറ്റിൽ ചെയ്തു. ഇപ്പോഴും ഓസ്ട്രേലിയ ആയിരുന്നു. അയാൾ ഒരു യൂറോപ്യൻ ലേഡിയാണ് കല്യാണം കഴിച്ചത്. അതിലുള്ള മകനാണ് നവീദ് അക്രം. ഇപ്പോൾ 24 വയസ്സുണ്ട്. 2001 ജനിച്ച അയാൾ ഓസ്ട്രേലിയക്കാരൻ തന്നെയാണ്. പക്ഷേ ഈ ഷൂട്ടിങ്ങിന് തൊട്ട് മുമ്പ് നവംബർ 1-ാം തീയതി ഈ അപ്പനും മകനും ഫിലിപ്പൈൻസിൽ പോയിരുന്നു. അതെന്തിന്, ആരെ കണ്ടു എന്നൊക്കെയുള്ള അന്വേഷണം നടക്കുകയാണ്. ഫിലിപ്പൈൻസ് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ്. അവിടെ 5-10% മുസ്ലിംസ് ഉണ്ട്. അവിടെ പോയിരുന്നു ഇയാൾ. പോയിട്ട് ഇവർ 2 പേരും മടങ്ങി വന്നിട്ടാണ് കൃത്യം ചെയ്തത്. ഓട്ടോമാറ്റിക് ഗണ്ണാണ്. അതുകൊണ്ട് ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് അവർ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് ഏകദേശം 16 പേരെ കൊന്നു. അതോടൊപ്പം വളരെയധികം ആൾക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ കിടക്കുകയാണ്. ഹൈദരാബാദ് സ്വദേശി തന്നെയാണ് സജിദ് അക്രം. അയാളുടെ ജ്യേഷ്ഠൻ അവിടെ ഒരു ഡോക്ടറാണ്. ഇയാൾ ഇപ്പോഴും ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. 2022 ഇയാൾ ഇന്ത്യയിൽ വന്നിരുന്നു. 2017 ഇയാളുടെ പിതാവ് ഹൈദരാബാദിൽ മരിച്ചിട്ട് ഇയാൾ വന്നില്ല. ഇയാൾ ഓസ്ട്രേലിയയിൽ തന്നെ നിന്നു. അത് തന്നെയല്ല, ഇയാൾ നവംബർ 1-ാം തീയതി ഫിലിപ്പൈൻസിൽ പോയി ആരെ കണ്ടു, ആരെ ഇൻസ്റ്റിഗേഷനിലാണ് ഈ റാഡിക്കൽ പെർവേർഷൻ്റെ ആ വിഷം ഇയാളിലേക്ക് കുത്തിവെച്ച്, അല്ലെങ്കിൽ കുറേ നാളുകൾ കൂടിയിട്ട് ഇയാൾ അതിലേക്കാണോ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അപ്പനും മകനും ഒരേ ചിന്തക്കാർ തന്നെ. 2 പേരും ഒന്നിച്ച് 2 പേരും അവർ തോക്കുമായിട്ട് വന്നിട്ടാണ് ഇവരെ വെടിവെച്ച് കൊന്നത്. കാരണം ജ്യൂസ് ആണെന്നറിയാം, അവരെ വിശേഷ ദിവസമാണെന്നറിയാം. അവരെല്ലാവരും ബീച്ചിൽ വന്ന് അവിടെ ബോണ്ടി ബീച്ചാണ് സിഡ്നിക്കുള്ളത്. സിഡ്നിയുടെ അടുത്ത് നമുക്കറിയാം ഓസ്ട്രേലിയയിലെ അവിടുത്തെ കിഴക്ക് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ്. അവിടുത്തെ സ്റ്റേറ്റുകളിലാണ് സിഡ്നി ഉള്ളത്. അത് ബോണ്ടി ബീച്ച് ആണ് ആ പ്രശസ്തമായ ബീച്ച്. അവിടെ
നമുക്കറിയാം ടാസ്മാൻ, അവിടുത്തെ ടാസ്മാൻ കടൽ ആണ് അവിടോട് ചേർന്ന് കിടക്കുന്ന സിഡ്നിയോട്. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ബീച്ച് തന്നെ ബോണ്ടി ബീച്ച് സിഡ്നിയിൽ. നമുക്കറിയാം ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ പട്ടണം, ലോകം മുഴുവൻ അറിയപ്പെടുന്ന, ഒളിമ്പിക്സൊക്കെ നടന്നിട്ടുള്ള കാൻബറ, അഡലൈഡ്, ബെർത്ത്, ഇതെല്ലാം ഈ ബീച്ചിനോട് ചേർന്നാണ് കിടക്കുന്നത്. ഇന്ത്യയെക്കാട്ടിലും വലിയ ഒരു ഏരിയ ഉള്ള ഒരു കോണ്ടിനെൻ്റ് തന്നെയാണ് ഓസ്ട്രേലിയ. വളരെ നല്ല കാലാവസ്ഥയാണ് അവിടെ ഓസ്ട്രേലിയയിൽ. മിതമായ കാലാവസ്ഥയാണ്, വലിയ തണുപ്പില്ല, വലിയ ചൂടുമില്ല. ഇന്ത്യക്കാർ ധാരാളം പേര്, പ്രത്യേകിച്ച് മലയാളി ധാരാളം പേര് അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ കാലാവസ്ഥ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് മാത്രമല്ല, മലയാളികൾ ഭൂരിപക്ഷം സെറ്റിൽ ചെയ്യുന്ന അവിടെയാണ്. സിഡ്നി അടുത്തും മെൽബോൺ അടുത്തും ആ ഏരിയയിലാണ് കൂടുതൽ ആൾക്കാർ അവിടെ സെറ്റിൽ ചെയ്യുന്നത്. അവിടെ നമുക്കറിയാം ധാരാളം പള്ളികൾ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഓസ്ട്രേലിയ. എല്ലാ ലോകത്തിലെ മതവിഭാഗക്കാരുടെയും ക്രിസ്ത്യൻ മതവിഭാഗക്കാരുടെയും പള്ളികൾ അവിടെയുണ്ട്. എങ്കിലും ആംഗ്ലിക്കൻ ചർച്ചിൽ ധാരാളം പള്ളികൾ അവിടെ കാണാം. പക്ഷേ പള്ളികളിലൊന്നും ഇപ്പോൾ ആരും പോകാറില്ല. പ്രായമുള്ള 10, 70, 80 വയസ്സുള്ളവർ, നടക്കാൻ ബുദ്ധിമുട്ടുള്ള അത്രയും പ്രായമുള്ളവരും പഴയ കാലത്ത് അവർ ദൈവവിശ്വാസിയായി ഇരുന്നവർ മാത്രമേ 1 or 2 പേര്, 10,000-2000 പേർക്ക് ഇരിക്കാവുന്ന പള്ളികളിൽ 1 or 2 പേരും മാത്രമേ ഇപ്പോൾ അവിടെ കാണുന്നുള്ളൂ. എങ്കിലും കൂടുതൽ ചർച്ചുകൾ ഓസ്ട്രേലിയയിൽ കാണുന്ന ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ തന്നെ, അതിന് യാതൊരു സംശയമില്ല. കാരണം അവിടങ്ങളൊക്കെ പ്രീസ്റ്റൊക്കെ അത്യാവശ്യത്തിനൊക്കെ ഉണ്ടെങ്കിലും മതവിശ്വാസം പൊതുവെ ഓസ്ട്രേലിയക്കാർക്കില്ല. അതുകൊണ്ട് അവിടെ ചെന്ന് ചേരുന്നവർക്കുമില്ല. കാരണം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതെല്ലാം ദാരിദ്ര്യമൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും അനുഭവിക്കുന്നവരാണ്. ഈശ്വരനെ വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതെന്നൊക്കെയാണ് അവരുടെ കണ്ടെത്തൽ. കാരണം ഓസ്ട്രേലിയയിൽ സുഖമായിട്ട് ജോലി ചെയ്ത് നല്ല വേതനം ലഭിക്കും, അവർക്ക് സന്തോഷകരമായി ജീവിക്കാം. അവിടെ കൊടി പിടിക്കുന്നവരാരുമില്ല, മുദ്രാവാക്യം വിളിക്കുന്നവരില്ല, വളരെ സമാധാനപരമായ അന്തരീക്ഷമാണ്. അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ പോയവരാരും മടങ്ങി വരാറില്ല. കാരണം അവിടെ ജോലിയുണ്ട്, ജോലിക്ക് നല്ല ശമ്പളമുണ്ട്, സുഖമായിട്ട് ജീവിക്കാം. അതുകൊണ്ട് പണത്തിന് ബുദ്ധിമുട്ടില്ല. പിന്നെ അവിടുത്തെ സിറ്റിസണായി ജോലി ചെയ്ത് റിട്ടയർ ചെയ്യുന്നവർക്ക് ക്ഷേമ പ്രവർത്തനത്തിന് സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ട്. ഒരു കാര്യത്തും അങ്ങനെയുള്ളൊരു രാഷ്ട്രമാണ്. അധികം പോപ്പുലേഷനുമില്ല. ഇന്ത്യയെക്കാട്ടും കൂടുതൽ വിസ്തൃതി ഉണ്ടെങ്കിലും അതിനകത്ത് താമസിക്കുന്നവരെ കേരളത്തിൻ്റെ പകുതി പോലും അവിടെ ജനസംഖ്യയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൊതുവെ ഓസ്ട്രേലിയക്കാർ സംതൃപ്തരാണ്. അവിടെ തന്നെയാണ് ഇന്ത്യക്കാരനായ സജിദ് അബ്രാഹം ചെന്നു ചേർന്നതും അയാളുടെ മകൻ ജനിച്ചതും. പക്ഷേ അവർക്ക് ഈ റാഡിക്കൽ പെർവേർഷൻ ഓഫ് ഇസ്ലാം അതവരുടെ തലയ്ക്ക് പിടിച്ചു. അതെങ്ങനെ സംഭവിച്ചു, ആരാണ് അതിൻ്റെ ഇൻസ്റ്റിഗേറ്റർ എന്നൊക്കെ അറിയില്ല. എങ്കിലും പ്രൈം മിനിസ്റ്റർ അധികം ഒന്നും സംസാരിക്കുന്നില്ല. എങ്കിലും ഇതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. ഇയാൾ ഇന്ത്യക്കാരനാണോ അതോ പാകിസ്ഥാനിയാണോ എന്നൊക്കെ ഇവിടെ വാർത്തകൾ വരുന്നുണ്ട്. എങ്കിലും ഫിലിപ്പൈൻസിൽ നവംബർ 1 പോയി ആരെ കണ്ടു, എന്തിനു പോയി, മടങ്ങി വന്ന ശേഷമാണ് ഈ കൂട്ടക്കുരുതി അവർ നടത്തിയത്. എന്തായാലും സാജിദ് തീർച്ചയായിട്ടും അയാളെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞു. അയാളെ കൊന്നത് ഒരു ഓസ്ട്രേലിയനാണ്, അയാൾ മുസ്ലിമാണ്. അയാളെ ലോകം മുഴുവൻ അഭിനന്ദിക്കുന്നത് നമുക്ക് കാണാം. ഈ സാജിദ് അക്രമിൻ്റെ അതേ പൊക്കവും അയാളെക്കാണ്ടും ആരോഗ്യമുള്ള 10-15 വയസ്സുള്ള ഒരാൾ തന്നെയാണ് പിന്നിക്കൂടെ പോയി ആ തോക്കുകാരൻ്റെ കഴുത്തിലൊരു ലോക്കിട്ടിട്ട് ആ തോക്ക് പിടിച്ചു വാങ്ങുന്ന ദൃശ്യം വളരെ ധൈര്യസമയത്ത് ഒറ്റയ്ക്ക് ഒരാൾ ചെയ്തു. കാരണം തോക്കിരിക്കുകയാണ് കയ്യിൽ, ആരും അങ്ങോട്ട് സാധാരണഗതിയിൽ അടുക്കില്ല. പക്ഷേ ഇയാൾ അവിടെ 2 കാറുകളുടെ ഇടയ്ക്ക് പമ്മിയിരുന്നിട്ട് ഇയാൾ വെടിവെച്ചുകൊണ്ടിരുന്ന സമയത്ത് പിന്നിക്കൂടെ പോയി കഴുത്തിലിട്ട് തൂങ്ങി ആ തോക്ക് പിടിച്ചു വാക്കുന്ന കാഴ്ച ദൃശ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് അയാൾ വെടിവെച്ചിട്ടുണ്ട്. ഇയാൾ വെടി കൊണ്ട് വീണ് അവിടുന്ന് എഴുന്നേറ്റ് ഓടുന്നതൊക്കെ കണ്ടെങ്കിലും സാജിദ് അക്രം ഏതായാലും കൊല്ലപ്പെട്ടു. അതുപോലെ അയാളുടെ മകനും വെടിയേറ്റിട്ടുണ്ട്. ഏതായാലും ലോകം മുഴുവൻ ഇപ്പോൾ ഹൗമദിനെ അഭിനന്ദിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്രയും ധീരമായൊരു പ്രവൃത്തി ജീവനെ പണയം വെച്ചാലും ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും ഈ മാസ് ഷൂട്ടിങ്ങിന് ഒന്നാം പ്രതിയായ സാജിദ് അക്രമം കൊല്ലപ്പെട്ടു. 2ാം പ്രതി അതീവ ഗുരുതരാവസ്ഥയിൽ അവിടെ കിടക്കുകയാണ്. ഈ ഒരു സംഭവത്തെ പറ്റി ഓസ്ട്രേലിയയിലെ ഇപ്പോൾ വരുന്ന വാർത്തകളിൽ പൊതുവായി അവിടെ സെറ്റിൽ ചെയ്ത പല രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് ഒരു ഭീതി ജനിക്കുന്നുണ്ട്. കാരണം വളരെ ശാന്തമായ ഒരു സ്ഥലം തന്നെയാണ് ഓസ്ട്രേലിയ. ജീവിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആർക്കും പോയി അവിടെ ജോലി ചെയ്ത് സെറ്റിൽ ചെയ്ത് ജീവിക്കാൻ എല്ലാ സംരക്ഷണവും സർക്കാർ നൽകുന്ന, അവിടെ മറ്റു രീതിയിലുള്ള
ഒരു ഒരു വിപ്ലവത്തിൻ്റെയോ ഒരു അജിറ്റേഷൻ്റെയോ ഒന്നും ആവശ്യമില്ലാത്ത ശാന്തമായ സ്ഥലമാണ്. പക്ഷേ അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ തന്നെ ഒരേ കമ്മ്യൂണിറ്റിയുടെ ജൂതന്മാർക്ക് നേരെ ഉണ്ടായ ഈ അക്രമം പാലസ്തീനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എന്ന് നമ്മൾ കരുതുന്നു. കാരണം ഈ ഷാജിദ് അക്രമം അങ്ങനെയുള്ള ഒരു റാഡിക്കൽ ചിന്താഗതിയിലേക്ക് അയാൾ പോയി. അതുകൊണ്ടാണ് അവിടെയുള്ള ജൂതന്മാരെ വെടിവെച്ച് കൊന്നതെന്നുള്ള സ്പഷ്ടമാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങളിപ്പം വളരെയധികം ഓസ്ട്രേലിയയെ അഭിനന്ദിക്കുന്നുണ്ട്. കാരണം ഓസ്ട്രേലിയ എന്നുള്ള രാജ്യത്ത് സമാധാന അന്തരീക്ഷം മാത്രമല്ല, ജാതി മത ചിന്തകളൊന്നും ആ രാജ്യത്ത് വിലപ്പോകില്ല. അങ്ങനെ ഉള്ള ഒരു രാജ്യമല്ല. വളരെ സമാധാന അന്തരീക്ഷത്തിന് വിഘാതമായി ചെയ്ത ഈ പ്രവൃത്തി ഏതായാലും ഓസ്ട്രേലിയ കുറച്ചുകൂടെ കഠിനമായ നിയമങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരും എന്നാണ് ഞാൻ കരുതുന്നത്.